ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടുകൾ കൂടി പുറത്തു വന്നതോടെ സർക്കാർ കടുത്ത പ്രതിരോധത്തിലായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ സ്വർണ്ണക്കൊള്ള കേസ് UDF നേതാക്കളിലേക്ക് വഴിതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ പുറത്തുവന്ന ക്രമക്കേട് സർക്കാരിന്റെ നില ദുർബലമാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോൺഗ്രസ് നേതാക്കളും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ആയുധമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ ആഘാതം കുറയ്ക്കാൻ സർക്കാരും LDFും കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലാണ് ഇടുത്തി പോലെ ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടുകൾ പുറത്തു വന്നിരിക്കുന്നത്. കിടക്ക മുതൽ ഭജന വരെ എല്ലാത്തിലും തട്ടിപ്പും ക്രമക്കേടുമാണെന്ന വിവരം പുറത്തായതോടെ സർക്കാരിന് ഉത്തരം മുട്ടിയിരിക്കുന്നു. ബോർഡും സർക്കാരും സംയുക്തമായി നടത്തിയ പരിപാടിയായതുകൊണ്ട് ക്രമക്കേടിന്റെ ഉത്തരവാദിത്തം മറ്റാരുടെയും മേൽ ചാരാനാവാത്തതും പ്രതിസന്ധിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പുറത്തുവന്ന ക്രമക്കേടുകൾ തിരിച്ചടിയാകുമെന്ന ആശങ്ക മുന്നണിയിലാകെ പരന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പതിവ് ആക്രമണോത്സുകത മാറ്റിവെച്ച് കരുതലോടെയാണ് നേതാക്കളുടെ പ്രതികരണം. എന്തൊക്കെയാണോ പോകേണ്ടത് അതൊക്കെ ശരിയായിക്കോളും. ഇല്ലെങ്കിൽ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുത്തോളണം. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അതിനെ ന്യായീകരിക്കാൻ പിടിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊള്ളണം. ചെയ്യേണ്ട ഉത്തരവാദിത്തം നിർവഹിച്ചോളണം ആരായാലും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുന്നണി കൺവീനറെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിൽ പ്രതിരോധത്തിലായിരുന്ന UDF ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടുകൾ ഉയർത്തി തിരിച്ചടിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി മര്യാദയ്ക്ക് കണക്ക് തരണം എന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തൊരു കേസിൽ പോലും കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കോടികളുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കോടതി നിരീക്ഷണത്തിൽ ഇത്രയും കൊള്ള നടത്താമെങ്കിൽ ഇവർ ശബരിമലയിൽ നിന്ന് എന്തെല്ലാം അടിച്ചു മാറ്റി കാണും. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച മന്ത്രി VN വാസവനെതിരെ സ്പീക്കർക്ക് കത്ത് നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു, മുഴുവൻ പണവും തിരിച്ചടച്ചിട്ടില്ല. നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രീ വാസവൻ ചെയ്തത് അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പീക്കർക്ക് കത്ത് ഇന്ന് നൽകുകയാണ്. ഇതിന് ഉത്തരവാദി വാസവനാണ്, ദേവസ്വം മന്ത്രിയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലുള്ള തട്ടിപ്പും ദൂർത്തും അന്വേഷിക്കണമെന്ന ആവശ്യം ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കുമുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.